നമസ്കാരം. ഇത്രയും വലിയ ഭൂമിയിൽ ഈ കാണുന്ന കൊച്ചു നാടാണ് നമ്മുടെ കേരളം. ആ കേരളത്തിൽ തന്നെ പൂരങ്ങളുടെ ആഘോഷങ്ങളുടെ പെരുമ പറയുന്ന ഒരു നാടുണ്ട്, നമ്മുടെ തൃശ്ശൂര്. ആഘോഷം എന്നൊക്കെ പറഞ്ഞ തൃശ്ശൂർക്കാർ ആദ്യം തുടങ്ങുന്ന മദ്യത്തിൽ നിന്നാണ്. മദ്യം ഇല്ലാണ്ട് എന്തുട്ട് ആഘോഷം എന്നുള്ള ലൈന ഓരോ തൃശ്ശൂർക്കാരനും. അതിൽ തന്നെ മുമ്പന്തില ഇരിങ്ങാലക്കുടക്കാരും ചാലക്കുടിക്കാരും രണ്ടു കൂട്ടരും കട്ടക്ക. ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ഉത്സവം വന്നാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വെക്കുന്ന രണ്ട് ബെവറേജുകൾ ഇരിങ്ങാലക്കുടയും ചാലക്കുടിയും. പേര് കേട്ട ഈ രണ്ട് ബെവറേജുകളുടെ മധ്യത്തിലായി മദ്യത്തിന് പേര് കേട്ട മറ്റൊരു ദേശമുണ്ട്, നമ്മുടെ ആനത്തടം. ഇത് ആ ദേശത്തിന്റെ കഥയാണ്, ആ ദേശത്തിലെ ചില കുടിയന്മാരുടെ കഥ. നിന്റെ വെകിളിയ നെഞ്ചൊക്കെ എവിടാ? അവൻ ചത്ത. കൂത്തോടി മോനെ എന്റെ അനിയനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ കൊടൽമാല കുത്തി ഞാൻ പുറത്തെടുക്കും കേട്ടോ. ഒന്ന് അടങ്ങൊന്ന് ഒന്ന് കൂളായിന്ന്. ഇവക ചീളേസ് നമ്മൾ പിള്ളേരെ ഡീലല്ലേ, ഒന്ന് പോയടക്കാർന്ന്. ഗോഡ്സമ്പായോടെ അവന്റെ കളി. നായരെ ധവാന് വില കൂട്ടുകയെന്ന് പറഞ്ഞു കേട്ടു. വില കൂട്ടിയാൽ നമ്മൾ അടിക്കാണ്ടിരിക്കുക പാപ്പാ. ഞായറാഴ്ചയായിട്ട് കുർബാനയ്ക്കൊന്നും പോയില്ലേ പാപ്പാ? നമുക്ക് എന്തൊട്ട് കുർബാന നായരെ? കുർബാന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നായരെ അറിഞ്ഞോ നാട്ടില് വറോണ വരുന്നുണ്ടെന്ന്? വാരോനല്ല പാപ്പാ, കൊറോണ. കൊറോണ കൊറോണ കൊറോണ. ധവാനിപ്പോ പഴയ ബൂസൊന്നും ഇല്ലല്ലോ നായരെ. അങ്ങനെ നീരട്ടെ. ചേട്ടാ, ഈ വിനുവിന്റെ വീട് എവിടെയാ? ഏത് വിനു? ചേലക്കാടൻ ചന്ദ്രന്റെ മോൻ വിനു. ഓ, നമ്മുടെ ധവാൻ വിനു. അയ്യോ, പുള്ളി പട്ടാളക്കാരനൊന്നും അല്ല. അത് പട്ടാളത്ത് പോയോണ്ടല്ല, അവന്റെ ഒരു ശീലം ധവാനാ. അതെ, ഇവിടെ നേരെ തെക്കോട്ട് പോവാ. അവിടെ ചെല്ലുമ്പോ ഒരു വളവ് കാണും, അവിടെ നേരെ വടക്കോട്ട് പോവാ. അവിടെ ചെല്ലുമ്പോ ഒരു വെള്ളം ചാടുന്ന പൈപ്പ് കാണാം. അതിന് തൊട്ടപ്പുറത്ത് വീടുന്നില്ല. എന്നാ ശരി. ഓ ശരി. ഓ, വെൽക്കം വെൽക്കം വെൽക്കം. അപ്പോ കണ്ടിട്ടൊരു പെണ്ണ് ആളതാ തോന്നണം. അതെന്തെങ്കിലും അവിടെ നീ ഒന്നുകൂടി ഒഴിച്ചേ. പറയണ്ടേ? മോൻ എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാനില്ലച്ചാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറുക്കിന് പെണ്ണെ ഇഷ്ടാസ്ഥിതിക്കേ അധികം വെച്ച് കിട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഈ മേടമാസം കഴിഞ്ഞ ചെറുക്കൻ ലീവ് തീരുക. അതുകൊണ്ട് ഈ മീനത്തിൽ തന്നെ കെട്ടിടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിപ്പോ ഇത്ര പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞാ ഇപ്പൊ എന്ത് തരണം എന്നാ നിങ്ങൾ ഉദ്ദേശിക്കണേ? അയ്യേ, അങ്ങനെ കണക്ക് പറഞ്ഞ് വാങ്ങുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല, അല്ലേ? എന്നാലിട്ട് കുറച്ച് വാങ്ങുന്ന ശീലമോ ഒട്ടുമില്ല. നിങ്ങളുടെ കുട്ടിക്ക് സന്തോഷമായി മാന്യമായി എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തേക്കുക. എന്നാ ഞങ്ങൾ ഇറങ്ങുക. മുഹൂർത്തവും തീയതിയൊക്കെ ഞങ്ങൾ പിന്നാലെ അറിയിക്കാം. എന്നാ ശരി ശരി. ആയിക്കോട്ടെ. ശരി ശരി. ഓക്കെ ഓക്കെ. പോയിട്ട് വരാട്ടാ. പോട്ടെ. ശരി, പോയിട്ട് വരാം. ശരി. അങ്ങനെ ആവട്ടെ. ശരി. ഇതൊന്ന് നോക്കിയേ. ഒരു 10 പവനെങ്കിലും കൊടുക്കണ്ടേ സുമിത്രേ? 10 ഫുള്ളാ? പിന്നെ എന്തിനു തെളിക്കാനാ? എന്റെ പൊന്നു പിന്നു മദ്യം കുടിക്കാനുള്ളതാണ്, കുടിക്കാൻ. നീ പിന്നെ എത്ര ഉദ്ദേശിക്കണേ? ഒരു 40 ഫുള്ളെങ്കിലും വേണം. 40 അല്ലേ? അത്രയ്ക്കൊക്കെ കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ടാ? ശേഷി നോക്കി കൊടുക്കാനായിട്ട് റേഷൻ കടയിൽ അരിയും പഞ്ചാരിയൊന്നും അല്ല. കല്യാണം ഒരു ഗതിയും പരഗതിയില്ലാത്ത ആ വിജേഷ് അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് 35 ഫുള്ള് ഇറക്കിയത്. ആ സ്ഥിതിക്ക് നീ ഒരു 45 ഫുള്ളെങ്കിലും ഇറക്കണം വിനു. എല്ലാവരുടെ കല്യാണത്തിന് പോയിട്ട് നീ നല്ല കയറ്റിട്ടുണ്ട്, മൂഞ്ചി കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരു ദയാദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട വിനു. അവന്മാര് അമ്മാതിരി കുടിയായിരിക്കും. ഞാനും ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്റെ ഔട്ടത്തൂരപ്പാ.
സൊസൈറ്റി പോയിട്ട് ഒരു സിമ്പിൾ ലോൺ കിട്ടുമോ നോക്കട്ടെ. കിട്ടും. കുപ്പിയുടെ ഇൻചാർജ് നമ്മളല്ലേ? ആ വൈകിട്ട് കൂടാടോ, സാധനോടെ ഇരിക്കല്ലേ സ്റ്റോക്ക്. ഡോ സതീഷോ, ഓ പുതിയ സാറ് വരുന്നു കേട്ടല്ലോ, ആളെങ്ങനെയുണ്ട്? പുള്ളി പുലിയാണെന്നാ കേട്ടത്. പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തെ എല്ലാരും കരിക്ക് സത്യം എന്നാ വിളിക്കുന്നത്. കരിക്ക് സത്യ? ആ, എന്തു പേരാടോ അത്? അയാളുടെ അച്ഛന് പണ്ട് കരിക്ക് വെച്ചോടോ എന്തൊക്കെയോ ആയിരുന്നു. ഇനി ഇവിടെ വന്നിട്ട് എന്ത് പോലാണെന്ന് ആർക്കറിയാം. നോക്കാൻ ഐ ആം സത്യജിത്ത്. ഇന്ന് ഈ നിമിഷം മുതൽ ഈ സ്റ്റേഷൻ എന്റെ അധീനതയിലാണ്. ഇന്ന് മുതൽ ഈ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ അനധികൃതമായി ഒരുത്തരും വാറ്റില്ല, കുടിക്കില്ല, ചവയ്ക്കില്ല, ഊതില്ല. ഊത്ത് നടത്താൻ ഈ സത്യത്താരെ അനുവദിക്കില്ല. പിന്നെ സർക്കാരിന്റെ ശമ്പളവും വാങ്ങി തിന്നോണ്ട് കള്ളു മുതലാളിമാർക്ക് കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന ഏതെങ്കിലും മൈത്താണ്ടിമാർ ഈ സ്റ്റേഷനിലുണ്ടെങ്കിൽ അവനെയൊക്കെ തേടി കണ്ടുപിടിച്ച് അവന്റെ നട്ടല് ഞാൻ ഒടിച്ചു കളയും. മനസ്സിലായോ? ഐ ആം സത്യജിത്ത്, വെരി സ്ട്രിക്റ്റ് ഓഫീസർ. വൈറസ് ബാധ മൂലം ഇന്ന് ഒരാൾ കൂടി മരിച്ചു. 218 പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. ലോകാരോഗ്യ സംഘടന നാളെ ജനീവയിൽ അടിയന്തര യോഗം ചേരും. അത്രക്ക് അച്ഛനൊക്കെ അവിടെ ഇരിക്കട്ടെ. നീണ്ടു വന്നേ. നീ എന്താ മിണ്ടല്ലേ? എന്താടി പെണ്ണേ, എന്തുട്ടാ നിന്റെ പ്രശ്നം? കാണാൻ വന്നിട്ട് എന്റെ ഫോൺ എടുത്തിട്ട് ഇതുവരെ നീ എന്നെ കല്യാണം വിളിച്ചോ? അതാണിപ്പോ പ്രശ്നം. എടി, എല്ലാരെയും വിളിക്കണ പോലെ മെനക്കെട്ട രീതിയിലല്ല എൻ്റെ ഇൻവിറ്റേഷൻ. അതിങ്ങനെ പ്രത്യേക രീതിയിൽ സ്പെഷ്യലാ. എന്തിരി മരുന്ന് വെച്ചിട്ടുണ്ടാ? ഞാനേ എടുത്ത് കളയാൻ മറന്നുപോയി. എന്തുട്ടാ ഗൾഫിലുള്ളത്? ഒരു കുണ്ടിയില്ല. ഞാൻ ഈ ഗൾഫൊക്കെ നിർത്തി. നമ്മുടെ ഈ നാടും ഈ പാടവും ഈ കുളമൊക്കെ എങ്ങനെയാ പോവാ? അമ്പലക്കുളമാണോ? അല്ലാതെ ഭാര്യ സംശയമുള്ളതുകൊണ്ടല്ല. അതെന്താ സുമേഷ് നീ അങ്ങനെ പറഞ്ഞേ? അല്ലടിയാ, ഒരു തമാശ പറഞ്ഞല്ലേ. എന്താ പറഞ്ഞ ഒഴിച്ചേ? ഒഴുക്കി തീർത്താ? ഒരു വരെ ബാക്കിയില്ലേ? ഒരു വരെ അത്രേ ഉള്ളൂ. ക്ലാസ് ഉണ്ടെന്നേ. പിടിച്ചേ, നാളെ കൊറേ പണിയില്ല. കളയുന്നത് തെറിക്കട്ടെ. വെള്ളം ഒഴിക്കില്ലേ? വേണ്ട,